പക്ഷെ ഒരു വല്ലാത്തൊരു ക്ലീശോ ആയിപ്പോയി. സുമതി വളഞ്ഞു ഇല്ലെങ്കിലും പക്ഷെ നല്ല സിനിമയായിരുന്നു. പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സൈജു കുറുപ്പിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? എടുത്തു പറയാൻ എന്താ കുഴപ്പമില്ലാത്തത്. മാളികപ്പുറത്തിന്റെ അത്രയും ആയിട്ടില്ലെങ്കിലും പക്ഷെ നല്ല സിനിമയായിരുന്നു. കണ്ടോണ്ടിരിക്കുക 2.5 മണിക്കൂർ നല്ല ഫുള്ളി എൻഗേജിങ് ആയിട്ട് പോകുന്നു. അത്യാവശ്യം പേടിക്കാനുള്ളതും ഉണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് സൈജു കുറുപ്പിന്റെ റൈറ്റിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല കുഴപ്പമില്ല, സിനിമ നല്ല സിനിമ. മാളികപ്പുറം പോലെ ഒരു ഫീൽ ഗുഡ് മൂവി ഒന്നും അല്ലെങ്കിൽ ഫീൽ ഗുഡും പറയാം, ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന പടം തന്നെ. ഇമോഷണലി കണക്ട് ആവും. നല്ല സിനിമ. ഓക്കെ, താങ്ക് യു. ഇഷ്ടപ്പെട്ടു. അർജുൻ അശോകന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? എന്തോ അർജുൻ അശോകന്റെ പെർഫോമൻസ് ഒക്കെ അർജുൻ അശോകൻ കൊള്ളായിരുന്നു. നല്ലായിരുന്നു, നല്ല മൂവിയായിരുന്നു. ബോറൊന്നും അടിച്ചില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടമാണ്. എങ്ങനെയുണ്ട്? നല്ല മൂവിയായിരുന്നു. ബോറൊന്നും ഇല്ലായിരുന്നു. ഹൊററായിട്ട് വലുതായിട്ട് പേടിച്ചില്ല. നല്ല മൂവിയായിരുന്നു. അതായത് മാളികപ്പുറം ഡയറക്ട് ചെയ്ത ആ ഡയറക്ടർ തന്നെ. അപ്പൊ അത് കണ്ടിട്ട് എങ്ങനെയുണ്ട്? അത് രണ്ട് തീമാണ്. ഡയറക്ഷന്റെ ഡയറക്ഷൻ ഓക്കെയാണ്. എന്ന് തന്നെ പറയാം. കാരണം നമ്മളങ്ങനെ പറയുമ്പോൾ യുവ നടന്മാരെയൊക്കെ ആക്ഷേപിക്കുന്ന തരത്തിലായിപ്പോയി. അർജുൻ്റെ അഭിനയമൊക്കെ കൊള്ളാം, ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഒരു വല്ലാത്തൊരു ക്ലീശോ ആയിപ്പോയി. സുമതി വളഞ്ഞു ശരിക്കും പറഞ്ഞു. കാരണം ഒരു പേരിനെ ബേസ് ചെയ്തിട്ടായിരുന്നല്ലോ നമ്മളെല്ലാവരും വേണ്ടത്ര എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു പേരാണ്, സുമതി വളവെന്നുള്ളൊരു പേരാണ്. ഒരു പ്രതീക്ഷയും നമുക്ക് തന്നിട്ടില്ല. നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ ഒരു ഭാഗത്ത് എത്തിയിട്ടില്ല എന്നുള്ളത് വളരെ നിരാശജനകമായ കാര്യമാണ്. ഇല്ല നമുക്ക് കാരണം ഓൾമോസ്റ്റ് നമ്മൾ കണ്ട് പഴയിച്ച് തന്നെയാണ്. ഇതിനകത്ത് ഒരു പ്രത്യേകതയും കൊണ്ടുവരുന്നില്ല. അവിടെ കുറച്ച് കോമഡി എല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് ഓൾമോസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട തരത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. സെക്കൻഡ് ഹാഫ് എവിടെയൊക്കെ കൊണ്ട് വല്ല ക്ലീശോ ആയി മാറ്റിയത്. സൈജു ഗ്രൂപ്പിന്റെ റൈറ്റിംഗ് കൊണ്ടൊന്നും ഇല്ലല്ലോ, തിരക്കഥ വളരെ മോശമായിപ്പോയി, വളരെ മോശം. കാരണം എസ്പെഷ്യലി നമ്മൾ മാളികപ്പുറമൊക്കെ കണ്ട് ആ ഒരു എക്സ്പെക്ടേഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നമുക്ക് അത്രത്തോളം ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓവറോൾ ഒരു ഫസ്റ്റ് ടൈം വൺ ടൈം വാച്ചുള്ളൂ, മേ ബി ദാറ്റ്സ്. ബാക്കി എല്ലാവരും കണ്ട് അവരോട് ഇഷ്ടം പറയും.